പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളെ ഇനി അനുഗ്രഹിക്കുമെന്നല്ല, ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളുടെ അവകാശിയാകുന്നു. നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ വേണമോ അതെല്ലാം പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അനുഗ്രഹത്തെ പറ്റി പറയുന്ന നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതെന്ന് കണ്ടു ദൈവം അവയെ അനുഗ്രഹിച്ചു. ദ ഫസ്റ്റ് തിങ് വിച്ച് ഗോഡ് ഹാഡ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക, ബ്ലസ് ചെയ്യുക. അവിടെ പറയുന്ന വാക്ക് ബറാക്ക എന്നാകുന്നു. ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നു, ദൈവം ബറാക്ക കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിന് അധികമായ ബ്ലസ്സിങ്സ് കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ഒരു വലിയൊരു നിയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അനുഗ്രഹം ഒരു മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ചുമക്കുന്ന ഒരു നിയോഗം പിതാവിനെ വെളിപ്പെടുത്തുക എന്നൊരു നിയോഗമായിരിക്കും. ഈ അനുഗ്രഹം വരുന്നതിന് മുൻപേ ഒരാൾക്കും പിതാവിനെ കാണാനോ പിതാവിനെ വെളിപ്പെടുത്താനോ യേശുവിനെ മനസ്സിലാക്കി കൊടുക്കുവാനോ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സാക്ഷികളാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ വചനഭാഗം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇന്ന് ഈ സമയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് രോഗങ്ങളെ പുറത്താക്കട്ടെ. നിങ്ങളുടെ ചിന്തകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനെ ദൈവം ബലപ്പെടുത്തട്ടെ. ഈ സമയങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിപ്രഷനിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഡിപ്രഷനിൽ നിന്ന് പുറത്തുകൊണ്ടുവരട്ടെ. കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനെ വെളിപ്പെടുത്തി തന്ന സ്നേഹനിധിയായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പേര് യേശു എന്നത്രേ. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കട്ടെ. പഴയ നിയമത്തിൽ നിഴലായും പുതിയ നിയമത്തിൽ പൊരുളായും നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ സജീവ സാന്നിധ്യം ഇന്ന് നമ്മുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായി വെളിപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ രൂപാന്തരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ രൂപാന്തരീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വെളിപ്പെടുന്ന പ്രകാശമല്ല, ആരും കാണാത്ത ആ മനസ്സിനകത്ത് നിങ്ങൾ ഞാനും ബലപ്പെട്ടിരിക്കുന്ന ഒരു ആത്മീക വെളിപ്പാടിന്റെ തലമാകുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രൂപാന്തരീകരണം പരിശുദ്ധാത്മാവ് നൽകട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാമത്തെ വാക്യം. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനത്തിന് മുൻപേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ നിങ്ങളുമല്ല വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്, സ്വർഗം എന്നെ നിങ്ങളെ സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും സ്വർഗത്തെത്തുന്നത് കാത്ത് നമ്മളല്ല ഇരിക്കുന്നത്, സ്വർഗം നമ്മളെ കാത്തിരിക്കുക. കാരണം നമ്മളെ ദൈവം ഓൾറെഡി അവിടെ വെച്ചിരിക്കുന്നു. നമ്മളെ ദൈവം ഓൾറെഡി പുത്രനായ യേശുവിലൂടെ അവിടേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞു, പദ്ധതി ഇട്ട് കഴിഞ്ഞു. സകലതും തന്റെ ഹിതപ്രകാരം പൂർത്തിയാക്കുന്ന ദൈവം അവനിൽ നമ്മെ മുൻകൂട്ടി കണ്ട് തെരഞ്ഞെടുത്തുന്ന എഫെസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയണം, ഞാനും നിങ്ങളും ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ആ അനുഗ്രഹത്തിനകത്താണ് ജീവിക്കുന്നത്. ആ അനുഗ്രഹത്തിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ആ അനുഗ്രഹം ആ വാതിലുകളെ തുറക്കാൻ തുടങ്ങും. നിങ്ങൾ പോലും അറിയാത്ത ചില വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ മേൽ കിടക്കുന്ന ഈ അനുഗ്രഹം ചില ദേശങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തുടങ്ങും. ഈ അനുഗ്രഹം കാരണം നിങ്ങളുടെ തലമുറകൾ പുറത്തോട്ട് വരാൻ തുടങ്ങും. ഈ അനുഗ്രഹം കാരണം ഒരു ശാപത്തിന് നിങ്ങളുടെ കുടുംബത്തെ പിടിക്കുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ പിടിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, ഈ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളുടെ അവസാനം സ്വർഗമല്ല. ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അവസാനം സ്വർഗമല്ല. പുത്രനെ സ്വന്തമാക്കിയവൻ സകലതും സ്വന്തമാക്കിയെന്ന യേശുവാകുന്നു അനുഗ്രഹങ്ങളുടെ അവസാന വാക്ക്. നിങ്ങൾക്ക് യേശുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സകല അനുഗ്രഹങ്ങളും യേശുവുമായി നിങ്ങൾക്കൊരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടയവനുമായി നിങ്ങൾക്കൊരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ സകല അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾക്കറിയാമോ, ഞാനും നിങ്ങളൊക്കെ പണ്ടൊരിക്കല് ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ പറയുകയുണ്ടായി, നമ്മളെല്ലാവരും 80-ാമത്തെയും 90-ാമത്തെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ അനുഗ്രഹം കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം പുറകെ വരും. 1-ാം നമ്പർ അനുഗ്രഹം വേറെ ഒന്നല്ല, യേശുവിനെ അറിയുക എന്നതാകുന്നു. യേശുവിനെ അറിയുക എന്നതാകുന്നു. ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതും ആ വലിയൊരു വെളിപ്പാടിലേക്ക് തന്നെയാകുന്നു. യേശുവിനെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേനല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയാൻ സാധ്യമല്ല. സോ ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്, അത് ഞാനും നിങ്ങളും പങ്കുവെക്കുന്ന നേരത്ത് വെളിപ്പെടുന്നതല്ല, പരിശുദ്ധാത്മാവ് പറയുമ്പോഴാകുന്നു. ഇന്ന് നിങ്ങളുടെ അകത്ത് ഈ വെളിപ്പാടുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകിയാൽ നിങ്ങളുടെ അകത്ത് യേശു കർത്താവാണെന്ന വെളിപ്പാടുണ്ട്. ഈ കർത്താവ് എന്ന വാക്കിനർത്ഥം കുരിയോസ് എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ പറയുന്ന കുരിയോസ് എന്നാണ്. കുരിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും
മറ്റൊന്നുമല്ല, 3 അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. ഒന്നാമത്തത് സുപ്രമസി ഇൻ അതോറിറ്റി. ഞാൻ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്ന നേരത്ത് എന്റെ ജീവിതത്തിന്റെ എല്ലാ നിയന്ത്രണവും കർത്താവ് എടുക്കാൻ തുടങ്ങി. അതായത് എന്നോട് ആര് സംസാരിക്കണം, എന്നോട് ആര് വന്ന് മിണ്ടണം, എന്നോട് ആര് വന്ന് ഇടപെടണം, ഈ തീരുമാനങ്ങളും ഈ നിയന്ത്രണങ്ങളും എല്ലാം യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു. സുപ്രമസി ഇൻ അതോറിറ്റി. രണ്ടാമത്തത് കൺട്രോളർ ബൈ ഇംപ്ലിക്കേഷൻ എന്ന. അതായത് ഞാൻ തിന്നുന്നതും ഞാൻ കിടക്കുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും ഞാൻ ആരോട് സംസാരിക്കുന്നതും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് യേശുവായി തീരും. മൂന്നാമത്തത് മാസ്റ്റർ. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പദമാകുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന അഡോനായി അല്ലെങ്കിൽ അധ്യാപകൻ. ഇന്ന് ഈ സമയങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് യേശു കർത്താവായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ സകലതും യേശു നിയന്ത്രിച്ചുകൊള്ളും. രണ്ടാമത്തത്, ഞാനും നിങ്ങളും പാപത്തിൽ വീഴുമെന്ന ഭയം വേണ്ട. കാരണം അവൻ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഹീസ് ദ കൺട്രോളർ. നമ്മുടെ നിയന്ത്രണം മുഴുവൻ യേശു ഏറ്റെടുക്കും. ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് സംസാരിക്കണം, ഞാൻ ആരുടെ കൂടെ നടക്കണം, ഇതെല്ലാം യേശു നിയന്ത്രിക്കും. യേശുവിനാൽ നിയന്ത്രിക്കപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലേക്ക് മാറും. ഹല്ലേലൂയ. മൂന്നാമത്തത്, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ ഇനി എനിക്ക് നിരാശ വരാൻ സാധ്യമല്ല. കാരണം അവൻ എന്നെ പഠിപ്പിക്കും. എല്ലാ സാഹചര്യത്തിലും അവൻ എന്നെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, അവിടെ നിന്നാണ് എന്റെ കൈവിരലുകളെ യുദ്ധമുറ അഭ്യസിപ്പിച്ചതെന്നാ പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അദ്ദേഹം ഗോലിയാത്തിനെ കല്ലെറിഞ്ഞിട്ടിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം അഭിഷേകം വന്നു, അടുത്ത ദിവസം ഗോലിയാത്ത് വീണില്ല. അദ്ദേഹത്തിന്റെ അഭിഷേകത്തിൽ എങ്ങനെ അതിനെ വീഴ്ത്തണമെന്ന് ദൈവം ഒരു ട്രെയിനിങ് കൊടുത്തു. കൈവിരലുകൾക്ക് അവിടെ നിന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു വന്ന. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അഭിഷേകം വീണ് കിടക്കുന്ന നിങ്ങളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യാനും പഠിപ്പിക്കുവാനും തുടങ്ങും. നിങ്ങളെ ഈ ദിവസങ്ങളിൽ യേശു പഠിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും തുടങ്ങും. നിങ്ങൾ അറിയുന്ന ആ ചിന്തകളെക്കാൾ ഉപരി, നിങ്ങൾക്ക് മനസ്സിലായി വെച്ചിരിക്കുന്ന സത്യങ്ങളെക്കാൾ ഉപരി സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇതെല്ലാത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. ദൈവം നിങ്ങളെയും എന്നെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ഇത് ചുമക്കുവാനോ ഇത് സ്വീകരിക്കുവാനോ ഈ സത്യത്തിലേക്ക് വരുവാനോ സാധ്യമല്ല. നിങ്ങൾക്കറിയാമോ, ദൈവം നൽകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ദൈവം പറഞ്ഞു, ആദ്യം നീ സന്താന പുഷ്ടിയുള്ളവനാകുക, ബി ഫ്രൂട്ട്ഫുൾ. രണ്ടാമത്തെ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്ന, ബി മൾട്ടിപ്ലൈഡ്, നീ വർദ്ധിക്കുക. അവിടെ പറയുന്ന വാക്ക് റബ എന്ന് പറയുന്ന ഒരു പദമാണ്. റബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 3 മൾട്ടിപ്ലിക്കേഷൻ 2 4 ആകുന്നതാണ്. നിങ്ങൾക്കുള്ളവയും നിങ്ങളും വർദ്ധിക്കട്ടെ, നിങ്ങളുടെ തലമുറകൾ വർദ്ധിക്കട്ടെ, നിങ്ങളുടെ ഫാമിലി ട്രീകൾ വർദ്ധിക്കട്ടെ. wherever you are, നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ആ വിധവയുടെ കാണിക്ക പോലെ ആ ഒരു ചെറിയ നാണയമായിരിക്കും, പക്ഷെ അത് വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വലയ്ക്കകത്ത് പത്രോസ് അപ്പോസ്തലൻ അധ്വാനിച്ചിട്ട് രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്നാ ബൈബിൾ പറയുന്നത്. എന്നാൽ അവൻ യേശുവിന്റെ വാക്കിന് വല ഇറക്കിയപ്പോൾ ആ വല കീറത്തക്ക നിലവാരത്തിൽ മീനിന്റെ കൂട്ടമുണ്ടായി, വർധനവുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിനകത്ത് വർധനവുണ്ടാകട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നേരത്തും നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ദയവേത് നിങ്ങൾ ആദ്യമേ അത് ചെയ്യാൻ നിൽക്കരുത്. സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ അകത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന ഒരു കോൺഷ്യസ്നെസ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ അനുഗ്രഹമാകുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു വച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹത്തിന്റെ പരിപൂർണതയിൽ നടക്കുന്നു. ഈ ഒരു ഉറപ്പ് കിട്ടിയിട്ട് നിങ്ങൾ ഏത് വിഷയത്തിലും ഇറങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ അത് കാണുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ടവരുടെ അകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. അവർ നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കത്തില്ല, ശാപത്തിന് പകരം ശാപം കൊടുക്കത്തില്ല, മറിച്ച് അവർ അനുഗ്രഹിക്കും. കാരണം അവരുടെ അകം മുഴുവൻ ഇത് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് നിന്റെ അതിനെ സംസാരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് അനുഗ്രഹം നിറയട്ടെ. ഈ ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നിന്റെ അതിരം സംസാരിക്കുന്നു പറഞ്ഞ പോലെ നിന്റെ ഹൃദയം അനുഗ്രഹത്താൽ നിറയട്ടെ. ബ്ലസ്സിംഗ് കോൺഷ്യസ്നെസ് ഉണ്ടാകട്ടെ. ഞാൻ ഈ സമയങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്തും ഈ കോൺഷ്യസ്നെസ്സിനെ പകരണമേ, ഈ ആത്മീക നിയോഗത്തെ പകരണമേ. ഇവർ ഈ ലോകത്തിന്റെ വെളിച്ചമാണെന്ന ബോധ്യം ഇവർക്ക് ഉണ്ടാകട്ടെ. ഇവർ പോകുന്ന ദേശങ്ങളിലെല്ലാം, ഇവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവായ യേശുവിന്റെ പരമാധികാരം വെളിപ്പെടട്ടെ. കർത്താവ് ഇവരുടെ അധരങ്ങളെ സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇവരുടെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വിസ്മയവാഹമായ പ്രവർത്തികൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിനാൽ സാധ്യമാണല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. മഹത്വം ഇവരുടെ വീടുകളെ തൊടട്ടെ. ഇവരുടെ കുടുംബങ്ങളിൽ രോഗിയായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇവരുടെ ശരീരങ്ങളിൽ വേദനകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവെ, തിരുവചനത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം അങ്ങ് നൽകിയിരിക്കുന്നുവല്ലോ. ലോക സ്ഥാപനത്തിന് മുന്നമേ അത് നൽകപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവെ, അങ്ങേക്ക് മുൻപ് 600 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയും ഇത് പ്രവചിച്ചു കഴിഞ്ഞുവല്ലോ. ഈ അടിപ്പിണരാലുള്ള സൗഖ്യം ഇവരുടെ ശരീരങ്ങളെ സ്പർശിക്കട്ടെ. ഈ സമയങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് അവിടുത്തെ വചനം പറയുന്നു. ആ ശക്തി ഇവരുടെ ജീവിതങ്ങളെ തൊടട്ടെ.
തൊടട്ടെ. അത് ഏത് മേഖലയിലാണോ തൊടേണ്ടത് ആ മേഖലകളിൽ തൊടട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും ഇവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇവർ വർദ്ധിക്കട്ടെ. റബ്ബ എന്ന് പറയുന്ന പദം ഈ ദിവസങ്ങളിൽ ഇവർ കാണട്ടെ. ഇവർ വർദ്ധിക്കട്ടെ. ദൈവിക മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവിക വെളിപ്പാടുകളെ ചുമക്കുവാൻ ഇവർ വർദ്ധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ അറിയണം, നിങ്ങളൊരു അനുഗ്രഹമാകുന്നു. നിങ്ങളൊരു അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും. നിങ്ങളുടെ മക്കൾ ഒരു അനുഗ്രഹമാകും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് അവരെ പറ്റി നിരാശ ഇനി പറയരുത്, ശാപം പറയരുത്. നിങ്ങളുടെ ശരീരം ഒരു അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് ആ ശരീരം നശിച്ചതാണ്, കുറഞ്ഞതാണെന്ന് പറയരുത്. നിങ്ങൾ ചിലപ്പോൾ വ്യഭിചാരത്തിന്റെ പടുകുഴി കിടക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് രക്ഷിതാവും കർത്താവുമായ ഒരുവനുണ്ട്. അവന് നിങ്ങളുടെ ശരീരം ഇന്നും ഇഷ്ടമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം മോശമാണെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ശരീരം അനുഗ്രഹമാകും. നിങ്ങൾ ഡിപ്രഷനിൽ കിടക്കേണ്ട ആളല്ല, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.